സുഖേട്ടന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ആകെ സമ്പാദ്യം ഇതാ. 4 അണയ്ക്ക് പ്രയോജനമില്ലാത്ത കുറെ യാത്രകളും യാത്രക്കിടയിൽ വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ബ്രഷും പേസ്റ്റും. പക്ഷെ ഒന്ന് വിട്ടുപോയി, എന്റെ വാവക്കുട്ടി. എന്റെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മാസ്മര ശക്തിയിൽ എനിക്ക് കിട്ടിയ എന്റെ ജീവിതസഖി. വന്നിട്ടുണ്ട് ഏതോ പ്ലഗ്. ചെല്ല് ചെല്ല്. താഴെ ഇറങ്ങിക്ക്. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നൊന്നും പി എസിന് ഇഷ്ടമല്ല. നമസ്കാരം പി എസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എനിക്ക് താല്പര്യം തോന്നാൻ കാരണം വേറൊന്നുമല്ല. ഇയാളുടെ പെങ്ങള് കാസർഗോഡും അവരുടെ ഹസ്ബൻഡ് ചേർത്തലയിലുമാണ്. പിള്ളേരുടെ പഠിത്തം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചാ നമ്മളെ കൊണ്ടൊരു കുടുംബം രക്ഷപ്പെടുന്നേ രക്ഷപ്പെട്ടോട്ടെ. പി എസ് മിനിസ്റ്ററോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഷുവറായിട്ട് നടക്കും. ശരി, ഞാൻ നോക്കട്ടെ. എന്നാ സമയം മെനക്കെടുത്തുന്നില്ല. കണ്ണൂർ പോവല്ലേ, വന്നിട്ട് കാണാം. കോളറി പിടിച്ച പിടുത്തം കണ്ട, അതാണ് കുരുടാമണി ശശിയുടെ കഴിവ്. എന്താ സുഖട്ട ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്? കണ്ണൂര് പോകുന്നില്ലേ? പാർട്ടി കണ്ണൂർ പോകാൻ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമോ? നീ നിന്റെ നയം വ്യക്തമാക്കുന്നില്ലല്ലോ. എന്റെ സുഖേട്ട, ഇത്തവണ എന്റെ കാശില്ല. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. പാർട്ടി കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? അപ്പൊ അവരില്ലേ കാശ് തരേണ്ടത്? എന്നാലും നിന്റെ സുഖേട്ടൻ്റെ മിനിമം ഒരു 500 മണീസെങ്കിലും ഒരു യാത്ര പോകുമ്പോ വേണ്ടേ? അതിരിക്കട്ടെ. കഴിഞ്ഞ മാസം പാലക്കാട്ട് പോകുമ്പോ 200 രൂപ വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ മട്ടാഞ്ചേരി പോകുമ്പോ ഒരു 100 രൂപ. അത് വാങ്ങ മറന്നുപോയി. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാനങ്ങ് തിരിച്ചു തരും. അതെ അതെ. അന്ന് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഭൂപണയ ബാങ്കിൽ നിന്ന് എന്റെ വസ്തു പണയം വെച്ച് 10,000 രൂപ വാങ്ങിച്ചില്ലേ? അതിന്റെ ഏർപ്പാടെന്തായി? അതിന്റെ ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. ദേ, അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം ശരിയാവും. തൽക്കാലം സുഖേട്ടൻ എങ്ങനെ കണ്ണൂർ പോവും? അതിനിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? ദേ, ഇതങ്ങ് ഊരിത്തരാം. പണയം വെച്ചോളൂ, എടുത്തു തന്നാ മതി. അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രിപദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ കോളേജിൽ പോയി മുഖം കാണിച്ചിട്ട് ബാങ്കിൽ പോയി പണയം വെച്ച് കാശും വാങ്ങി സ്റ്റേഷനിൽ വരാം. അത് ന്യായം. അതിനു മുമ്പ് ഞാൻ തൈക്കാട് ഒരു ചെറിയ തീപ്പൊരി പ്രസംഗം നടത്തി സ്റ്റേഷൻ വന്നേക്കാം. ഓക്കെ? ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് സാമൂഹ്യ നീതിയാണ്? സ്വാശ്രയശീലം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തിനും ഔചിത്യബോധമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത നാം അപലപിക്കേണ്ടിയിരിക്കുന്നു. പുറം രാജ്യങ്ങളിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ 5 വയസ്സായ കുട്ടികൾ പോലും സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ്. സ്വാശ്രയശീലം ഇപ്പൊ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങളൊരു കുടുംബമായി ജീവിക്കേണ്ടി വരുമ്പോൾ അമ്പേ പരാജയപ്പെട്ടു പോകും. എന്താ കാശിവിടെ? ഡയറിയുണ്ട്. ഞാൻ പറഞ്ഞത്ര ഉണ്ടോ? ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പോട്ടെ. പിന്നൊരു കാര്യം, എന്ന് തിരിച്ചു വരും. ഞാൻ ശനിയാഴ്ച വരും. അന്നേന് വരണേ. എന്താ കാര്യം അറിയാലോ? ഞായറാഴ്ച എന്റെ പിറന്നാളാ. വരാതിരിക്കരുത്, മറക്കരുത് കേട്ടോ. ഓക്കെ. ഒരാഴ്ചക്കകം കാസർഗോട്ടുള്ള പെങ്ങളും ചേർത്തലയുള്ള അളിയനും ഒന്നിക്കും. പോരെ? ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ശബ്ദത്തിന് എന്താ ഇത്ര കനം? ചായ തരാം, ആദ്യം കാശെടുക്കും. ഏത് കാശ്? ഏത് കാശോ? എന്നെ കെട്ടാൻ നേരത്തെ എന്തൊരു പുജ്ഞമായിരുന്നു. ഇതിനും കൂടെ പൊന്നു വാങ്ങിച്ചാ എവിടെ കൊണ്ട് ഇടുവടി? എനിക്കറിയാം എന്റെ മരുമോളൊന്ന് വരുമെന്ന്. എനിക്കറിയാം എന്റെ അമ്മായിയമ്മ ഇന്ന് തന്നെ പ്രതീക്ഷിക്കുമെന്ന്. സുഖേട്ടൻ കണ്ണൂരിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴല്ലേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മ അവിടെ വന്ന് താമസിക്കണം. അത് അമ്മ ചെയ്യുകയില്ല. അതിരിക്കട്ടെ. കൊച്ചവൻ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, ഒന്നും പറയണ്ട. അവന്റെ വാശിയും വഴക്കും ഒരു ഭാഗത്ത്, സുഖേട്ടന്റെ നയവും രാഷ്ട്രീയവും വേറൊരു ഭാഗത്ത്. ഇതിനിടെ കിടന്ന് ഞാൻ ഞെരുങ്ങുക. അത് കൊള്ളാം.
അമ്മ എത്ര ഞെരുങ്ങിയതാ മോളെ. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാവുമ്പം ക്ഷമയും സഹനശക്തിയും ആവശ്യമാണ്. സുഖുവിന്റെ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കുറഞ്ഞതൊരു 5 നേതാക്കന്മാരെങ്കിലും കൂടെ കാണും. എത്ര വെച്ച് വിളമ്പിയതാ. ആ നീ വാ. അയ്യോ വേണ്ടമേ, എനിക്ക് ഉടനെ പോണം. ആ പിന്നെന്തിനാ നീ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ച് കാശ് അമ്മയ്ക്ക് തരാനാ വന്നത്. സുഖേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ. അതിന് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെയും ഞങ്ങൾക്ക് തരാമല്ലോ. നീ ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് വാ. ഞാൻ ചോദിക്കുകയാണ്, എന്നെ മമ്മിയാണോ കുളിപ്പിക്കുന്നത് അതോ പപ്പയാണോ കുളിപ്പിക്കുന്നത്? മോനെ, പപ്പ ഇന്നലെ രാത്രി വളരെ വൈകിയ വന്നത്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയ ദേഷ്യപ്പെടും, പറഞ്ഞേക്കാം. മമ്മി നയം വ്യക്തമാക്കണം. എന്താ? സാറ് വരാൻ പറഞ്ഞിരുന്നു. അയ്യോ, ഉറങ്ങാണല്ലോ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നപ്പോ വളരെ താമസിച്ചു. എന്താ കാര്യം? സാറാ ഇന്ന് വരാൻ പറഞ്ഞത്. എനിക്ക് ഉടനെ കൊല്ലത്തേക്ക് പോവുകയും വേണം. എന്നാ ഇരിക്കൂ. ഓ. സുഖേട്ടാ, സുഖേട്ടാ, ദേ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഓ, സുഖേട്ടാ. ആളാരാന്ന് പറ. ഓ, പേര് നക്ഷത്രമുള്ള ആരവിടെ കാണാൻ വരാറുള്ളത്? ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ്? നമസ്കാരം സാർ. ആ, നമസ്കാരം. ആ പന്തലിന്റെ കാശ് എവിടെ ആയിരുന്നു ഇതുവരെ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതൊക്കെ അപ്പൊ ഒന്ന് വാങ്ങിച്ചിട്ട് പോണ്ടേ? എത്രയായി? അത് എല്ലാം കൂടി 560 രൂപയായി. പിന്നെ സാറായതുകൊണ്ട് ഒരു 460 രൂപ തന്നാ മതി. ഓഹോ, ഇരിക്കെ. ഇക്കണക്കിന് പോയ ഈ രാജ്യത്ത് മനുഷ്യനെങ്ങനെ ജീവിക്കും? സാധനങ്ങൾക്കൊക്കെ എന്ത് വിലക്കയറ്റാണെന്ന് അറിയാം. എന്താ? ഒരു പന്തല് കെട്ടുന്നതിന് 560 രൂപ. ആകപ്പാടെ 4 ഓലയുടെയും 2 മുള്ളയുടെയും കാര്യമുള്ളൂ. വാവയ്ക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാർട്ടിയുടെ താലൂക്ക് സമ്മേളനത്തിൽ ഞാനൊരു പന്തല് കെട്ടാൻ പറഞ്ഞത്? വാവയ്ക്ക് ഓർമ്മ കാണത്തില്ല. അതിന് എന്നെ പറ്റിക്കാൻ ഒക്കെയല്ല. ഞാൻ 460 രൂപയ്ക്ക് ഫിക്സ് ചെയ്തു. അതങ്ങ് കൊടുത്തിരി പണ്ടാരം പോട്ട്. സുഖേട്ടാ, ഹലോ, കണക്കൊക്കെ ശരിയാണല്ലോ? ഓക്കേ ഓക്കെ ഓക്കെ, ഇങ്ങ് വാ. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയാൻ എന്ത് പാടാവേ അല്ലേ? സത്യം പറഞ്ഞ സുഖേട്ടനോട് എനിക്ക് അനുകമ്പയാ. സുഖേട്ടൻ എന്തുമാത്രം പാടുപെടുന്നു ഓരോ ആളുകളോട് ഓക്കെ പറയാൻ. ഇവരോടെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നോടൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ? എപ്പോ? ഇന്നെന്റെ പിറന്നാളാ. കണ്ണൂരിൽ നിന്ന് എന്തിനാ പിന്നെ രാത്രി 2 മണിക്ക് കയറി വന്നത്? അല്ല, ഏത് ഭർത്താവ് വരും? തിരക്കിട്ട പരിപാടികൾക്കിടയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അതിനു മുമ്പ് പാർട്ടി ഓഫീസിൽ പോയിട്ട് വരട്ടെ. അതെന്തിനാ? 1-2 ആളുകളോട് കൂടി ഓക്കെ പറയാനുണ്ട്. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ബാവയ്ക്കറിയോ അത്? എനിക്കൊന്നും അറിഞ്ഞൂടേ. ശരി, എന്നാ പറഞ്ഞുതരാം. ഇപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോന്നൊന്ന് ചോദിച്ചേ. ചോദിക്കേ. ഒന്നാം വരുമോ? ഓക്കെ, അതിന്റെ അർത്ഥം വന്നിരിക്കും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ചോദിക്കേ. ഒന്നാം വരുവോ? ഓക്കെ, ഒത്താ വരും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുവോ? ഓക്കെ, നിനക്ക് വേണേ വരാം. അപ്പൊ ഇപ്പൊ ഇതിൽ ഏതൊക്കെ എന്നോട് പറയാൻ പോണേ? ഓക്കെ, വന്നിരിക്കും.